വെൽക്കം ബാക്ക് ടു ബി സ്റ്റോറീസ്. ലൈഫ്സ് ബെസ്റ്റ് മൊമെന്റ്സ് യൂഷ്വലി ഹാപ്പൻ അൺപ്ലാൻഡ് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഗവിയിലേക്കുള്ള ബസ് യാത്ര. വെളുപ്പിനെ 1:30 തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കൃത്യം 4:55 പത്തനംതിട്ട എത്തുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് തലേദിവസം തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. എന്തെങ്കിലും കുറിക്കാനും കഴിക്കാനും ഇല്ലാതെ ഈ യാത്ര അധികം ഒന്നും മുന്നോട്ട് പോയില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ സെൻട്രലിൽ നിന്നും കുറച്ചധികം സ്നാക്സുമായി ഞങ്ങൾ യാത്ര തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഓടിക്കയറുന്ന ബസ്സിൽ ആദ്യം കയറാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും ഗവിയിലേക്ക് ആദ്യമായി ബസ് എടുക്കുമ്പോൾ അതിലേക്ക് ഇടിച്ചു കയറി ആദ്യം സീറ്റ് പിടിച്ച ആളെന്ന നിലയ്ക്ക് വലിയ അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഗവി ബസ് റൂട്ടിലേക്കുള്ള തിരക്ക് കണ്ടിട്ടാവണം ഒരു യാത്രയിൽ 50 പേര് മാത്രമേ അലോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വെളുപ്പിനെ 5:30-ക്കും 6:30-ക്കും ഉച്ചയ്ക്ക് 12:30-ക്കുമായി 3 ട്രിപ്പുകളാണ് പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള ബസ് യാത്രകൾ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചും ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഞങ്ങൾ എല്ലാവരും ബസ്സിലേക്ക് ഇടിച്ചു കയറി. ആന, മ്ലാവ്, കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയ ഒരുപാട് വന്യമൃഗങ്ങളെ നമുക്ക് ഈ പോകുന്ന യാത്രയിൽ തന്നെ കാണാം. അത്രമേൽ ഇഷ്ടമുള്ള മനുഷ്യരോടൊപ്പം യാത്ര ചെയ്യുന്ന ഓരോ യാത്രകളും പോകുന്ന വഴിയേക്കാൾ ആ യാത്രയെ ഒരുപാട് മനോഹരമാക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ലാട്ടോ. 4 മണിക്കൂർ കൊണ്ട് 109ഓളം കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന വനയാത്രയ്ക്ക് KSRTCയുടെ ഗവി ടൂർ പാക്കേജും അവൈലബിൾ ആണ്. നാട്ടിലെ അതിശക്തമായ ചൂടിനെ ശമിപ്പിക്കാൻ എന്നോണം ഇത്രയും ദൂരങ്ങൾ താണ്ടി മഞ്ഞും കോടയും തണുപ്പും ആസ്വദിക്കാൻ വരിക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നും അല്ലാട്ടോ. ഫോൺ നിലത്ത് വെക്കാൻ കഴിയാത്തക്ക വണ്ണം അത്രമേൽ മനോഹരമായ കാഴ്ചകളായിരുന്നു ഗവിയിലേക്കുള്ള ഓരോ വഴികളിലും. ഇടയ്ക്കുന്ന യാത്രയിൽ നിന്നും റെസ്റ്റ് എടുക്കാൻ എന്നോണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനുമായി ചിറ്റാർ ആങ്ങമൂഴി റോഡില് ബസ് കുറച്ചു നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ റോഡിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൽ നിന്ന് നോക്കിയാൽ കക്കി റിസർവയറിലേക്ക് ഒഴുകുന്ന അരുവിയും അതിന് ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളും മഞ്ഞുമൂടി കിടക്കുന്ന സ്ഥലങ്ങളും വളരെ മനോഹരമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. KSRTCയുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര ആരംഭിച്ചതിനു ശേഷം എൻ്റെ ആദ്യ യാത്ര ഗവിയിലേക്ക് തന്നെ ആയതിൽ മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. ഇടതൂർന്ന റാന്നി വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മൂഴിയാർ ഡാം പക്ഷി നിരീക്ഷകരുടെ പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ്. മണിച്ചില്ലയിൽ കുയിൽ കൊഞ്ചലും മലർക്കാറയിൽ കളിത്തിങ്കളും പരം കൊണ്ടതോ കണം തന്നതോ എന്നീയാമോ നെഞ്ചകമേ നെഞ്ചകമേ പുഞ്ചിരിത പാൽമഴത നാൾ വഴിയേ നാമണയേ പുയലിടാൻ കാട്ടനത സായുജ്യമായെന്നിതാ ഈ ഭൂമി പാടുന്നേ. ഈ യാത്രയ്ക്ക് മനോഹരമായ ഒരു അവസാനം കുറിച്ചത് കുമിളി ബസ് സ്റ്റാൻഡിൽ 11:30 കൃത്യം ബസ് എത്തിയതോടുകൂടിയാണ്. കുമിളി ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റുള്ള സെൻട്രൽ ഹോട്ടലിൽ നിന്നും നെയ് റോസ്റ്റും മസാല ദോശയും ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഗവിയിലേക്ക് മാത്രം പോകാൻ ഉദ്ദേശിച്ചിറങ്ങിയ ഞങ്ങൾ കുമിളി വരെ വന്നിട്ട് തൊട്ടടുത്തുള്ള വാഗമൻ കാണാതെ പോയാൽ മോശമല്ലേ എന്ന് കരുതി ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നും തൊടുപുഴ ബസ് കയറി. ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് ആദ്യത്തെ ഒരു 1/2 മണിക്കൂർ കാഴ്ചകൾ കണ്ടുവെങ്കിലും പിന്നീട് അങ്ങോട്ട് കാഴ്ചകൾ കാണാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല. നല്ല ഉറക്കമായിരുന്നു. ഇതിനു മുൻപും വാഗമണിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ കൂടെയുള്ള മനുഷ്യരോടൊപ്പം ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തമായിരിക്കും ഓരോ തവണയും. പറയാൻ വിട്ടുപോയ കാര്യങ്ങളിലൊന്ന് ഗവിയിലുടനീളമുള്ള യാത്രയിൽ കണ്ടുവന്ന റംബൂട്ടൻ മരങ്ങളാണ്. വനത്തിലേക്ക് പോകുന്നതിന് മുൻപും ശേഷവുമുള്ള യാത്രയിൽ പല ഗ്രാമങ്ങളിലായി ചുമന്ന വലകൾ വിരിച്ച ഒരുപാട് വലിയ വലിയ റംബൂട്ടൻ മരങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഓർമ്മയ്ക്കെന്നോണം ഒരു 1.5 കിലോ റംബൂട്ടാൻ അങ്ങ് വാങ്ങി. പിന്നീടുള്ള യാത്രയിൽ കോടയും മഞ്ഞും ചെറിയ ചാറ്റൽ മഴയുമായി യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ഭൂമി പാടുന്നേ യാത്രയിലുടനീളം പഞ്ഞമില്ലാതിരുന്നത് മഞ്ഞും മഴയും മലകളും ഒക്കെ തന്നെയാണ്. എത്തിയുടൻ തന്നെ ഒരു കോഫി, അത് നിർബന്ധമാണ്. അതും ഈ മൂടൽ മഞ്ഞും തണുപ്പും മഴയുമുള്ള ഈ ഒരു കാലാവസ്ഥയിൽ ഒരു കോഫി കുടിക്കാതെ പോയാൽ, അതും വാഗമനിലെത്തിയ ഒരു കോഫി കുടിക്കാതെ പോയാൽ ആർക്കാ അതിൻ്റെ നഷ്ടം?
രാവിലെ പോയി വൈകിട്ട് മടങ്ങാമെന്ന് തീരുമാനിച്ച ഞങ്ങൾ ഒടുവിൽ വാഗമണിൽ തന്നെ സ്റ്റേ എടുക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ നോക്കി നോക്കി ഞങ്ങൾ എത്തിച്ചേർന്നത് ദ ഹോസ്റ്റലേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേയിലാണ്. വാഗമൺ ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയുള്ള ഈ സ്റ്റേയിലേക്ക് എത്തിച്ചേരുന്ന റോഡ് ഏകദേശം ഓഫ് റോഡ് പോലെ തന്നെയായിരുന്നു. കോടയും മഞ്ഞും മഴയും മൂടിയ മലനിരകൾ കാണാൻ എന്തുകൊണ്ടും യോജിച്ച ഒരു സ്ഥലം തന്നെയാണ് ദ ഹോസ്റ്റലേഴ്സ്. കഫേ, സ്വിമ്മിംഗ് പൂൾ, ഗെയിംസ്, ആക്ടിവിറ്റീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. 4 പേരടങ്ങുന്ന ഞങ്ങൾ ചൂസ് ചെയ്തത് 6 പേർക്കുള്ള ഒരു ഡോമെട്രി ആയിരുന്നു. പേര് പോലെ തന്നെ ഹോസ്റ്റലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ ഏറെ നല്ല സൗകര്യങ്ങൾ അവർ ഞങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്തിരുന്നു. ഈ ഭൂമി പാടുന്നേ താരാട്ടും പാട്ടിൻ. സാധാരണയിലും വ്യത്യസ്തമായ ഒരുപാട് സമയം ചിരിച്ചും കളിച്ചും രാത്രി സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഗവിയിലേക്കുള്ള ബസ് യാത്ര ഞങ്ങളെ കൊണ്ടെത്തിച്ചത് വാഗമണിലെ ഹോസ്റ്റലേഴ്സിലാണെന്ന് മാത്രം. ഇവിടെ അവസാനിക്കാത്ത ഈ യാത്രയുടെ മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു പാട്ടിൽ കാണുന്നത് വരെ ബൈ ബൈ.